സജ്ജനങ്ങളെ, ഒരു മനുഷ്യനു വേണ്ട എല്ലാ നന്മകളും സമ്പത്തും വാരിക്കുരുത്തിരുന്ന ഒരേയൊരു ഗ്രഹമേയുള്ളൂ. അത് വ്യാഴമെന്ന ബൃഹസ്പതിയാണ്. വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമേ ഒരാൾക്ക് ഉന്നത നിലയിലേക്ക് എത്തുവാൻ സാധിക്കൂ. ഒരാളുടെ ജാതകത്തിൽ വ്യാഴം പിഴച്ചാൽ അതോടെ എല്ലാം അവസാനിച്ചു എന്ന് കരുതേണ്ട. അതിനായി വ്യാഴത്തെ മനമുരുകി പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും. വ്യാഴത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുവാനായി മറ്റൊരു ഉപായം വ്യാഴാഴ്ച വ്രതം എടുക്കുക എന്നാണ്. വ്യാഴാഴ്ച വ്രതം ശ്രീ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്താനാണ്. രാവിലെ കുളിച്ച് ഈ വ്രതം അനുഷ്ഠിച്ചാൽ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ലഭിക്കും. വിഷ്ണു ക്ഷേത്രത്തിൽ തൊഴുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഭഗവാന്റെ ഇഷ്ടവഴിപാടായ തൃക്കൈവെണ്ണ നടത്തുന്നതും വ്യാഴാഴ്ച ദിവസം ഉത്തമമാണ്. ഒരിക്കൽ ഊണോടെ വേണം വ്രതം നോൽക്കേണ്ടത്. പാലും നെയ്യും ദാനം നടത്തുന്നതും ശ്രേഷ്ഠമായി കരുതുന്നു. സന്താന സൗഭാഗ്യത്തിനും വ്യാഴാഴ്ച വ്രതം നോൽക്കുന്നത് അത്യുത്തമമാണ്. സന്താന ഗോപാലമൂർത്തിയാണ് ഭഗവാൻ ശ്രീഹരി വിഷ്ണു. വ്യാഴദശാകാലമുള്ളവർ, വ്യാഴം ചാരവശാൽ അനുഷ്ഠമായവർ ഈ വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമായിരിക്കും. സാമാന്യ വ്രതവിധിയും ഉപവാസവും ഇവിടെയും ആവശ്യമാണ്. തുടർച്ചയായി നിശ്ചിത വ്യാഴാഴ്ചകളിൽ പ്രഭാത സ്നാനം നടത്തി നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി വ്യാഴത്തിന് മഞ്ഞപ്പൂക്കൾ കൊണ്ട് ശ്രീ മഹാവിഷ്ണുവിനും അർച്ചന നടത്താം. ശ്രീരാമൻ്റെയും ശ്രീ ബൃഹസ്പതിയുടെയും പ്രീതി ഈ വ്രതാനുഷ്ഠാനം കൊണ്ട് ലഭിക്കുന്നു. ശ്രീ മഹാവിഷ്ണുവിൻ്റെ അവതാര കീർത്തനം, രാമായണം ഇവയുടെ പാരായണം കൊണ്ട് വ്യാഴ പ്രീതി ലഭിക്കുന്നു. തുടർച്ചയായി നിശ്ചിത വ്യാഴാഴ്ചകൾ വ്രതം അനുഷ്ഠിച്ചതിന് ശേഷം വ്രതസമാപ്തി വരുത്തുന്ന വ്യാഴാഴ്ച വിഷ്ണുപൂജ, വ്യാഴപൂജ എന്നിവ നടത്തുകയും തുടർന്ന് ബ്രാഹ്മണ ഭോജനം നടത്തുകയും വേണം. തികച്ചും സ്വാത്വികമായ മനോഭാവത്തോടു കൂടി വേണം വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുവാൻ. കുജമണ്ഡലത്തിൽ നിന്നും 2,00,000 യോജന അകലത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. ഇതൊരു ശുഭഗ്രഹമാണെങ്കിലും ഇതിൻ്റെ വക്രഗതി അശുഭം ചെയ്യുന്നതാണ്. വ്യാഴം ഓരോ രാശിയിലും 12 മാസം വീതമാണ് സഞ്ചരിക്കുന്നത്. ഈ ഗ്രഹത്തിൻ്റെ അതിദേവത ശ്രീ വിഷ്ണു ഭഗവാനും ഭഗവാന്റെ ദശാവതാരങ്ങളുമാണ്. ശക്തി സ്വർഗശക്തിയാണ്. അതായത് എല്ലാ ബന്ധങ്ങളിൽ നിന്നും മുക്തമായി തീരുന്ന ശക്തി വിശേഷമെന്നർത്ഥം. ശരീരത്തിലെ വൃക്ക, കരൾ, മാംസം, കൊഴുപ്പ് എന്നിവകളെല്ലാം നിയന്ത്രിക്കുന്നത് വ്യാഴഗ്രഹമാണ്. ആയതിനാൽ ജാതകന് വ്യാഴഗ്രഹം ദോഷമായി നിന്നാൽ പ്രമേഹം, അർച്ചസ്, മുഴകൾ, രക്താർബുദം, കരൾ രോഗം തുടങ്ങിയവയെല്ലാം പിടിപെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വ്യാഴഗ്രഹ മന്ത്രം ജപിക്കുന്ന ജാതകനെ ഇത്യാദി രോഗങ്ങൾ ബാധിച്ചാലും ചികിത്സ ഫലപ്രദമായി തീരുന്നു. നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും എല്ലാ നന്മകൾക്കൊപ്പം രുദ്രവീണയുണ്ടാകും. ഈ ചെറിയ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ പിന്തുടരുമല്ലോ.